ഇന്നലെ പെയ്ത രാത്രി മഴയിൽ കുതിർന്ന് മരതക പട്ടുടുത്ത പുതുപ്പെണ്ണായി മാറിയിരിക്കുന്നു കോട്ടയം. ഈ പട്ടണം മഴക്കാലത്തെ ആവോളം ആസ്വദിക്കുകയാണ്. മേഘപ്പാളികൾ അനുഗ്രഹിച്ചരുളി മഴത്തുള്ളികളെ മതിയാവോളം നുകർന്ന് സുന്ദരമായ പുലർകാല സ്വപ്നങ്ങളിലുറങ്ങുന്ന ഈ രാജവീഥിയിലൂടെയാണ് ഹരിതഭാരതം പുതിയ യാത്ര തുടങ്ങിയത്. അക്ഷരനഗരയിലേക്ക് സ്വാഗതമോതുന്ന കൂറ്റൻ പരസ്യപ്പലകകൾ, ചെറുപാലങ്ങൾ. നാഗമ്പടം മൈതാനിയിലേക്കുള്ള വഴിയെ തിരിഞ്ഞേ പട്ടണത്തിൽ എത്തിച്ചേരാനാവൂ. നഗരത്തിരക്ക് അടിച്ചേൽപ്പിച്ച ഒറ്റ വരി നിർദ്ദേശം. എത്ര പെയ്താലും തീരാത്ത മൺസൂൺ മേഘങ്ങൾ അടക്കിപ്പിടിക്കുന്ന നനുത്ത ഈ പ്രഭാതത്തിൽ ഹരിതഭാരതം സഞ്ചാരം തുടർന്നു. കഞ്ഞിക്കുഴി കഴിഞ്ഞാൽ വലത്തോട്ടുള്ള ചെറുവഴി പനച്ചിക്കാട് പഞ്ചായത്തിലേക്കുള്ളതാണ്. ഭൂമിക്ക് അരഞ്ഞാണം തീർത്ത ചെറുപുഴയ്ക്ക് മീതെയുള്ള പാലം കടക്കുമ്പോൾ സ്വാഗതം മൂതുന്നത് അനന്യമായ ഭൂപ്രകൃതിയും അനുഗ്രഹീതമായ മണ്ണുമാണ്. കൊല്ലാട് ദേവീക്ഷേത്രത്തിലേക്കുള്ള വഴിയെ അല്പമൊന്ന് കയറിയാൽ സുജാതയുടെ വീടെത്തി. കൂൺ കൃഷിക്കാരിയായ സുജാതയെ കാർഷിക കേരളം നന്നായി അറിയും. മായ മഷ്റൂം എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ഈ വീട്ടമ്മ. കൂൺ കൃഷി സുജാതയുടെ ജീവിതത്തെ അന്വർത്ഥമാക്കുന്നത് മലയാളി കർഷകർ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞിരിക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സുജാത വിവാഹിതയാകുന്നത്. സുജാതയുടെ ഭർത്താവ് ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. 3 പെൺകുഞ്ഞുങ്ങളും പിറന്നു. 2 കരയും കൂട്ടിമുട്ടിക്കുവാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു അവർ. പല തൊഴിലുകൾ ചെയ്തു നോക്കി. അന്നൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗ് കെട്ടുമായിരുന്നു, സ്കൂൾ ബാഗ്. അതൊക്കെ കെട്ടി വിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ തയ്യൽ പഠിച്ചു. പിന്നെ ഓരോ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂലിപ്പണി വരെ ചെയ്ത് പിന്നെ ഒരു 2000-ൽ ഒരു കമ്പനിയുടെ ഇവിടെ ഒരു ഇലക്ട്രോണിക് കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് നടന്ന്. അതായത് അവർ ട്രെയിനിങ് തന്ന് കാറ്റലോഗ് കാണിച്ച് ഈ മിക്സി, ഗ്രൈൻഡർ, ഫുഡ് പ്രോസസ്സർ ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെ ഓർഡർ എടുക്കുക. അതിന് 20 രൂപ TA തരും. നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ഓർഡർ കൊണ്ട് കൊടുത്ത് നമ്മൾ ഓർഡർ കൊണ്ട് കൊടുക്കുന്ന സാധനം വിറ്റാൽ ഇത്ര % കമ്മീഷൻ. അങ്ങനെ നടന്ന് പിന്നെ ആ കമ്പനി പരാജയത്തിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള തോന്നൽ. കുട്ടികൾ പഠിക്കുന്നു. ഗൾഫിൽ വിടാമെന്ന് വാഗ്ദാനം പറയുന്ന ഓഫീസുകളിൽ മൊത്തം എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി കുറേ പൈസ ആയിട്ട് ഇന്നും അഡ്രസ്സുമായിട്ട് കിടപ്പുണ്ട്. അതും വഴി തെളിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ മൂത്ത മകളെ കെട്ടിച്ച മോൻ ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കൂടെ ഒരു പഴയ വണ്ടി എടുത്ത് നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാം. മോന് ഡ്രൈവറെ, ഞാൻ ലേഡീസിനെയും പഠിപ്പിക്കാം. അത് അന്ന് പഠിച്ച സമയത്താണ് ആ ഗവൺമെൻറ് എംപ്ലോയീസ് സമരം ചെയ്യുന്ന സമയം. അപ്പോൾ ലൈസൻസ് കിട്ടില്ല എന്ന് കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ കരുതി ആ പൈസയൊക്കെ അങ്ങ് മറിഞ്ഞു പോയി. അങ്ങനെ അതും വഴി തെളിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ നിരാശപ്പെട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, കോഴിയൊക്കെ ഇടയ്ക്കൊക്കെ വളർത്തി, എന്ത് ചെയ്യുന്നൊക്കെ കരുതി ഒരു ജോലി ഉണ്ടായിരുന്ന മകള് മരിച്ചു. അതോടെ കുടുംബം കടബാധ്യതയിലേക്ക് ഉയർന്നു വന്ന്. വീടിന് പുറകിൽ മക്കൾക്കായി മറ്റൊരു വീട് പണിതു തുടങ്ങിയ സമയമായിരുന്നു അത്. കടം വല്ലാതെ കയറി. കടക്കെണിയിൽ പണി തുടരാനായില്ല. വരുമാനമില്ലാതെയായി. താമസിച്ചു കൊണ്ടിരുന്ന വീട് വാടകയ്ക്ക് കൊടുത്ത് പണി തീരാത്ത വീട്ടിലേക്ക് താമസം മാറ്റി. കടം മൂത്തപ്പോൾ ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസുമായി എത്തി. അങ്ങനെ ഇരിക്കെയാണ് കൂൺ കൃഷിയെപ്പറ്റി സുജാത അറിയുന്നത്. ഒരു കച്ചിത്തുരുമ്പ് പോലും വലിയൊരു ശക്തിയാകുന്ന കാലം. ഇളയ മോള് ദിവ്യ കോളേജിൽ നിന്ന് ഇങ്ങനെ പത്രം എടുത്തുകൊണ്ട് വന്ന്, ദീപിക പത്രമാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ നവാവിൻ്റെ ഒരു ഫീച്ചർ കൂൺ കൃഷിയിൽ എന്നെ പറ്റിയായിരുന്നു. കുറഞ്ഞ ചിലവിൽ വരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ ഈ കൂൺ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുമെന്ന് തന്നെ കണ്ടത്. അല്ല അതിന് മുമ്പൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കൂണിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചറിയണമെന്നായി സുജാതയ്ക്ക്.
കുമരകത്തെ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് കത്തയച്ചു. മറുപടി കാണാഞ്ഞപ്പോൾ നേരിട്ട് പോയി അന്വേഷിച്ചു. കൂൺ കൃഷിയിൽ വിജയിച്ച ആലപ്പുഴക്കാരൻ നവാബിന്റെ പഠന ക്ലാസുകളിൽ പങ്കെടുത്തു. കുമരകത്ത് നിന്ന് മാതൃവിത്ത് വാങ്ങി വന്നു. അതിനെ 10 മടങ്ങ് വിത്തായി മാറ്റുവാൻ ഗവേഷണ കേന്ദ്രം മേധാവിയായ ഡോക്ടർ AV മാത്യു സഹായിച്ചു. കൊണ്ടുവന്ന സാധനം ഞങ്ങൾ ചെയ്ത് നന്നായിട്ട് കിളുത്തു. കച്ചിയിൽ തന്നെ ചെയ്ത് ഒരു 750 ഗ്രാമോളം ഒരെണ്ണത്തിൽ നിന്ന് കിട്ടി. പിന്നെ അത് വെച്ചോണ്ടിരിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. ആദ്യം കിളുത്ത് വന്ന കിളിർപ്പ് എടുത്തതിന് ശേഷം ഞങ്ങളത് വലിച്ചെറിഞ്ഞ് കളഞ്ഞേച്ച് പറഞ്ഞതുപോലെ കിളുത്തിട്ടുണ്ട്. അപ്പോൾ നവാബ് പറഞ്ഞു അത് കളയണ്ടായിരുന്നു, ഇനി അത് വെച്ചിരുന്നാൽ കിളുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ സാർ ഇവിടെ വന്നു. എനിക്ക് റെഗുലറായിട്ട് ഇത് ചെയ്യണം, വ്യവസായ അടിസ്ഥാനത്തിൽ എനിക്കിത് നീങ്ങാൻ കഴിയും സാറേ എന്ന് പറഞ്ഞപ്പോൾ വിത്ത് എന്നെ പഠിപ്പിച്ച് വേണ്ട നിർദ്ദേശം തന്ന് മദർ സ്പോൺ തന്ന് അത് പകർത്തി ഞാൻ ഇന്ന് വിത്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ 15 കിലോ കൂണ് വരെ വിറ്റ ദിവസങ്ങളുണ്ട്. കേട്ടാൽ നിസ്സാരമെന്ന് തോന്നുന്ന ഈ കഥയുടെ സങ്കീർണതകളിലേക്ക് ഹരിതഭാരതം കടന്നു ചെല്ലുകയായിരുന്നു. പുതിയ കൂൺ കർഷകരും കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട കഥ. പണിതീരാത്ത വീട്ടിലെ പരിമിതമായ സൗകര്യത്തിൽ താമസിച്ചു വരികയാണ് അതിൻ്റെ ഒരു മുറിയിൽ സുജാത കൂൺ കൃഷി തുടങ്ങിയത്. മരിച്ചുപോയ മകളുടെ ഓർമ്മയിൽ മായ മഷ്റൂംസ് എന്ന് പേരുമിട്ടു. 10 ബെഡ് ഉണ്ടാക്കിയാണ് തുടക്കം. കൂൺ വളരുന്ന തടത്തിനെയാണ് ബെഡ് എന്ന് വിളിക്കുക. അറക്കപ്പൊടിയിലോ ചകിരിച്ചോറിലോ വൈക്കോലിലോ ആണ് ബെഡ് നിർമ്മിക്കുന്നത്. 10 തടത്തിൽ നിന്ന് ദിവസേന ഓരോ കിലോ കൂൺ വിൽക്കുവാൻ കഴിഞ്ഞു സുജാതയ്ക്ക്. പുറത്തെ ചായ്പ മറച്ചെടുത്ത് മുകളിൽ ഓടുപാകി ഒരു താൽക്കാലിക ഷെഡ് പണിതെടുത്തു. കൂൺ കൃഷി വ്യാപകമായി നടത്തുവാൻ അത്തരമൊരു മുറി അത്യാവശ്യമായിരുന്നു. ആ ഇരുട്ടുമുറിയിൽ 100 ബെഡ് തയ്യാറാക്കി. പിന്നീട് മറ്റൊരു മുറിയിൽ 200 ബെഡുകൾ തൂക്കിയിട്ട് കൃഷി വിപുലമാക്കി. കഴിഞ്ഞ മാർച്ച് മാസം പഴയ വീട്ടിലേക്ക് താമസം മാറ്റിക്കൊണ്ട് പണി തീരാത്ത വീട് നിറയെ കൂൺ കൃഷിക്കായി ഉപയോഗിച്ചു തുടങ്ങി. 3000 ബെഡാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവയിൽ നിന്ന് ദിവസേന 25 കിലോ കൂൺ വരെ കിട്ടും. ഓരോ ബെഡും 5 മാസത്തിലധികം വിളവ് തരുന്നവയാണ്. കിലോയ്ക്ക് 100 രൂപയാണ് ചിപ്പിക്കൂണിൻ്റെ വില. എല്ലാ ചെലവും കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 15,000 രൂപയെങ്കിലും മാസ വരുമാനമായി സമ്പാദിക്കുവാൻ സുജാതയ്ക്ക് കഴിയുന്നുണ്ട്.